കെ ഗോവിന്ദൻ വർഗവഞ്ചകൻ. എം വി ജയരാജൻ UDFിൻ്റെ പിന്തുണ തേടുമെന്നുകൂടി പറഞ്ഞതോടെ ടി കെ ഗോവിന്ദൻ ഒരു രാഷ്ട്രീയ വഞ്ചകൻ കൂടിയായെന്നും എം വി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പാർട്ടിയെ വഞ്ചിക്കരുതെന്ന് ടി കെ ഗോവിന്ദനോട് തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും കണ്ണൂരിലെത്തി വാർത്താ സമ്മേളനം നടത്തി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാനും UDF പിന്തുണ തേടാനുമുള്ള തീരുമാനം പാർട്ടിയോടുള്ള വഞ്ചനയാണെന്ന് ജയരാജൻ ആരോപിച്ചു. ഇത്തരം വഞ്ചകർക്കെതിരെ ജനങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ ഒതുക്കുന്നുവെന്ന ടി കെ ഗോവിന്ദന്റെ ആരോപണങ്ങളെയും ജയരാജൻ തള്ളി. പി ജയരാജനെ ഒതുക്കി വടകരയിൽ മത്സരിപ്പിച്ചുവെന്നും കെ ശൈലജ ടീച്ചറെ മട്ടന്നൂരിൽ നിന്ന് മാറ്റിയെന്നുമുള്ള വാദങ്ങൾ വസ്തുതാപരമല്ലെന്ന് എം വി ജയരാജൻ വ്യക്തമാക്കി. തന്നെയും കണ്ണൂരിൽ മത്സരിപ്പിച്ചത് ഒതുക്കാനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയല്ലെന്നും താൻ 2 തവണ MLA ആയതും കണ്ണൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുമൊന്നും ഒതുക്കലായി കാണുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത്തരത്തിലുള്ള വാദങ്ങൾ ടി കെ ഗോവിന്ദൻ തൻ്റെ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കും മത്സരരംഗത്തേക്ക് വരുന്നതിനും വേണ്ടി കെട്ടിച്ചമച്ചതാണെന്നും എം വി ജയരാജൻ പറഞ്ഞു. തളിപ്പറമ്പ് മണ്ഡലത്തിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പാർട്ടി സെക്രട്ടറിയും ശ്യാമളയുടെ ഭർത്താവുമായ എം വി ഗോവിന്ദന് യാതൊരു പങ്കുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ തീരുമാനമാണ് നടപ്പിലാക്കിയത്. 60 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് തന്നെ വളർത്തിയത് എന്ന് തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരമൊരു രാഷ്ട്രീയ വഞ്ചനയും വർഗവഞ്ചനയും അദ്ദേഹം കാണിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇത്തരം ആളുകളെ ജനം തിരിച്ചറിയും. UDFിൻ്റെ പിന്തുണയും വാങ്ങി CPMനെ പരാജയപ്പെടുത്താമെന്ന് ടി കെ ഗോവിന്ദൻ കരുതിയാൽ നടക്കില്ലെന്നും എം വി ജയരാജൻ വ്യക്തമാക്കി.